മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. എല്ലാവർക്കും നമസ്കാരം. മക്കളെ, നമ്മൾ SSLC മാരത്തോൺ ലൈവ് ക്ലാസ്സുകൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇപ്പോഴാണ് പിന്നെ നേരിട്ട് കാണുന്നത്. ഓക്കെ, നിങ്ങളെല്ലാവരും +1 ക്ലാസ്സുകളിൽ എത്തി. അതിനേറെ സന്തോഷം. നിങ്ങളെ എല്ലാവരും സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി എടുത്ത ആളുകൾക്ക് എൻ്റെ ഹൃദയത്തിൽ നിന്നും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. മക്കളെ, ഹിന്ദി വളരെ മനോഹരമായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന സബ്ജക്റ്റാണ്. +1 നിങ്ങൾക്ക് 100ൽ 100 മാർക്ക് സ്വന്തമാക്കാൻ കഴിയും. ഹിന്ദിയിൽ നിങ്ങൾ കൃത്യമായിട്ട് സൈലം പറയുന്ന ക്ലാസ്സുകൾ കേൾക്കുക, ബാബുസാറിൻ്റെ ക്ലാസ്സുകൾ കേൾക്കുക, പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസർ മുഴുവനും മനസ്സിലാക്കിയെടുക്കുക. അതിൻ്റെ നോട്ട്സൊക്കെ നിങ്ങൾ കിട്ടാനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്ന രീതിയിൽ. അപ്പോൾ നമുക്ക് എല്ലാം തന്നെ പഠിച്ച് സുന്ദരമായിട്ട് ഈസിയാണ് +1. അപ്പോൾ നമുക്ക് സുന്ദരമായിട്ട് മുഴുവൻ മാർക്ക് സ്വന്തമാക്കേണ്ടതുണ്ട്. നമുക്ക് ക്വാർട്ടർലി എക്സാമിനേഷന് നിങ്ങൾക്ക് ആദ്യത്തെ 4 പാഠങ്ങൾ നിർബന്ധമായിട്ടും +1കാർക്ക് പഠിക്കണം. +2കാർക്ക് കുറച്ചും കൂടി കൂടുതൽ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ +1 ക്ലാസ്സുകളിൽ പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്ററുകളൊക്കെ സാറ് പറഞ്ഞുതരും. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് നമുക്ക് പഠിക്കാനുള്ള ആദ്യത്തെ പാഠമായ അനുതാപാണ്. അനുതാപ് എന്ന് പറയുന്ന പാഠമൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു, അതിൻ്റെ കഥയൊക്കെ നിങ്ങൾക്കറിയാം. പക്ഷേ അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസറുകളാണ് നമ്മളിത് പഠിക്കേണ്ടത്. അതാണ് സാറൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അനുതാപ് എന്ന് പറയുന്ന വാക്ക് നോക്ക്. എന്താണ് അനുതാപ് എന്ന് പറഞ്ഞാൽ? തെറ്റ് ചെയ്തതിന് ശേഷം അത് പിന്നീട് കുറ്റബോധമായി മാറുകയും അതൊരു വേദനയായി മാറുകയും ചെയ്യുന്ന ഒരു മാനസികാവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് അനുതാപ്. കുറ്റബോധത്തിൽ നിന്നുണ്ടാവുന്ന പശ്ചാത്താപത്തിൻ്റെ ഒരു മാനസികമായ അവസ്ഥയിൽ നിന്ന് മാറി അതൊരു വേദനയായി അയാളെ തന്നെ വേട്ടയാടുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ അനുതാപ് എന്ന് പറയുന്നത്. ഈ കഥ എഴുതിയിരിക്കുന്നത് സുഹേഷ് സാഹിനിയാണ്. വളരെ പ്രസിദ്ധനായ സാഹിത്യകാരനാണ്. ചെറുകഥകളുടെ ഒരു രാജാവ് തന്നെയാണ് അദ്ദേഹം. നോക്കൂ, അനുതാപ് എന്ന് പറയുന്ന ഈ കഥയിൽ നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു മനുഷ്യൻ തൻ്റെ ജീവിത ഭാണ്ഡം വലിച്ചു പോകുന്ന രീതിയിലാണ് ചിത്രം. ആ ജീവിത ഭാണ്ഡത്തിൻ്റെ അകത്ത് എന്താ നോക്കുന്നത്? ഒരു റിക്ഷ നിങ്ങൾക്ക് കാണാൻ പറ്റും. റിക്ഷ വലിച്ചു കൊണ്ടുപോകുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട, അല്ലെ അത്തരം ആളുകളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ ഈ ചെറുകഥയായ അനുതാപ് എന്ന് പറയുന്നത്. ഈ പാഠത്തിൽ നമുക്ക് ആദ്യം ഇതിൻ്റെ സാരാംശം ചെറിയ രൂപത്തിലൊന്ന് സാറ് പറയാൻ പോകുന്ന ഈ പാരഗ്രാഫിൽ അതിൻ്റെ സാരാംശമുണ്ട്. സാരാംശം പറഞ്ഞതിന് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസറുകൾ നമുക്ക് നോക്കാം. മക്കളെ, സാരാംശം എന്താണ്? ഈ കഥയിൽ പ്രധാനമായിട്ട് ഒരു മരണപ്പെട്ടു പോയ ഒരു മനുഷ്യനുണ്ട്, അസ്ലം എന്ന് പറയുന്ന കഥാപാത്രം. ഓക്കെ, പിന്നീട് ഒരു പുതിയ വണ്ടിക്കാരനുണ്ട്. പിന്നീട് ഇതിൽ ബാബുജി എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടറുണ്ട്. ഇവർ തമ്മിലുള്ള സംഭവവുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ടു പോയ ഒരു വ്യക്തിയുടെ ജീവിതത്തെക്കുറിച്ച് കുറ്റബോധം തോന്നുന്ന ഒരു ലേഖകൻ്റെ അവസ്ഥയാണ് നമുക്ക് ഈ പാഠത്തിലൂടെ നമുക്ക് കാണാനുള്ളത്. നോക്കുക മക്കളെ, ആദ്യം സാരാംശത്തിലേക്ക് നോക്കുക. സാരാംശം എന്താണ്? അസ്ലം എന്ന് പറയുന്നത്, അസ്ലം ഏക്ക് റിക്ഷാവാലാദ, അസ്ലം എന്ന് പേരുള്ള ഒരു റിക്ഷക്കാരുണ്ടായിരുന്നു. ഹർദിൻ, എല്ലാ ദിവസവും സുബഹ് മോർണിംഗിൽ കഥാവാചക്, അതായത് കഥ എഴുതുന്ന ആൾ നറേറ്റർക്ക്, ഉസ്കെ റിക്ഷമേം, അദ്ദേഹത്തിൻ്റെ റിക്ഷയിൽ ദഫ്തർ ജായ കർത്താദ, അതായത് അസ്ലം എന്ന് പറയുന്ന ഒരു റിക്ഷക്കാരുണ്ടായിരുന്നു. അദ്ദേഹം നമ്മുടെ നെറേറ്ററെ എന്നും വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് കൊണ്ടുപോകുമായിരുന്നു അദ്ദേഹത്തിൻ്റെ റിക്ഷയിൽ. ആജ് ദഫ്തർ ജാനക്കിലി, ഇന്നും പതിവ് പോലെ ഓഫീസിൽ പോകാൻ വേണ്ടി, ദഫ്തർ എന്ന് പറഞ്ഞാൽ ഓഫീസാണ്, ഓഫീസിൽ പോകാൻ വേണ്ടി സടക്ക് പർ റോഡിൻ്റെ മുകളിലേക്ക് പഹുഞ്ചാത്ത് എത്തിയപ്പോൾ ഏക്ക് നയാ റിക്ഷാവാല, ഒരു പുതിയ റിക്ഷക്കാരൻ റിക്ഷാലേക്കറായ റിക്ഷയുമായി നമ്മുടെ ഈ നരേറ്ററുടെ അടുത്തേക്ക് വന്നു. നരേറ്റർ നമുക്ക് ബാബുജി എന്ന് പറയാം. ഓക്കെ, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരോടെ പറയുന്നില്ല. റിക്ഷമേ ബാച്ചിത് കെ ബീച്ച്, അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവും സ്വാഭാവികം, നിങ്ങൾ കയറൂ, വണ്ടിയിൽ കയറൂ, ഞാൻ കൊണ്ട് ചാക്ക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ബാബുജി ചോദിക്കും, അപ്പോൾ പഴയ റിക്ഷക്കാരനെ കിടക്കായി എവിടെ പോയി എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അസ്ലം എവിടെ പോയി എന്നൊക്കെ ചോദിക്കും. അതിൻ്റെ ഇടയിൽ, ആ സംഭാഷണത്തിനിടയിൽ കൂടെ അവർക്ക് മനസ്സിലാവുന്നു, ബാച്ചിത് കെ ബീച്ച്, സംഭാഷണത്തിനിടയിൽ യാത്രയ്ക്കോ മാലും ഹുവ, യാത്രക്കാരന് മനസ്സിലായി, കി എന്നാൽ, അതായത് ഈ ബാബുജിക്ക് മനസ്സിലായി, അസ്ലം കി മൃത്യു ഹുയി, തന്നെ ഇന്നലെ വരെ കൊണ്ടുപോയ റിക്ഷക്കാരനെ അസ്ലം മരണപ്പെട്ടു എന്ന് ഇന്ന് റിക്ഷ ഓടിക്കുന്ന ആ റിക്ഷക്കാരൻ്റെ സംസാരത്തിൽ നിന്ന് വ്യക്തമായി. ബോത്ത് ദുഃഖി ഹുക, ആ നമ്മുടെ യാത്രി ബാബുജി നരേറ്റർ വല്ലാതെ വേദന അനുഭവപ്പെട്ടു. ഉസ യാദായ, അദ്ദേഹത്തിന് ഓർമ്മ വന്നു ഇന്നലത്തെ യാത്രയെക്കുറിച്ച്. കി പിച്ചിലി യാത്രമേ, കഴിഞ്ഞ യാത്രയിൽ അസ്ലം കരാഗ് രഹാദ, അസ്ലം വണ്ടി ഓടിക്കുന്ന സമയത്ത് വല്ലാതെ തേങ്ങി കരയുന്നുണ്ടായിരുന്നു. പരന്തു യാത്രീനെ, അങ്ങനെ തന്നെ കയറ്റി വലിച്ചു കൊണ്ടുപോകുന്ന സമയത്ത്, തേങ്ങി കൊണ്ടുപോകുന്നത് ആ സമയത്ത്, പരന്തു യാത്രീനെ, ഈ നരേറ്റർ ഇന്നലെ എന്ത് ചെയ്തു? തബ് ഉസേ അസ്ലം ക അഭിനയ സമച്ചതാ, ഇതൊക്കെ വണ്ടിയും കയറ്റി ഇങ്ങനെ കുതിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴുള്ള അഭിനയം മാത്രമാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. ധീരെ ധീരെ ഉസ്കാ ദുഃഖ് അനുതാപം ബദലിനെ ലഗ, പക്ഷേ അദ്ദേഹത്തിന് അഭിനയമൊന്നും ആയിരുന്നില്ല. അദ്ദേഹത്തിന് കിഡ്നിക്ക് 2 തകരാറായിരുന്നു. താങ്കളെ ഓഫീസിൽ കൊണ്ട് ചാക്കി തിരിച്ചു പോരുമ്പോഴാണ് അദ്ദേഹത്തിന് മരണപ്പെട്ടത് എന്നുള്ള വാർത്ത ഈ വണ്ടിയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും വണ്ടി ഓടിക്കുന്ന റിക്ഷക്കാരൻ ഇങ്ങനെ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് വല്ലാത്ത കുറ്റബോധം തോന്നി. നടരാജ് ടാക്കീസ് കി ചടായി പർ,
നടരാജ് ടാക്കീസിൻ്റെ റോഡിലുള്ള കയറ്റത്തിലേക്കാണ് വണ്ടി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഈ കഥ പറഞ്ഞപ്പോൾ ഇന്നലെ ഇതുവഴി വണ്ടി ഓടിച്ചപ്പോൾ അസ്ലം വല്ലാതെ തേങ്ങിയായിരുന്നു വണ്ടി വലിച്ചു കൊണ്ടുപോയിരുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് വല്ലാത്തൊരു വലിയ സങ്കടം വന്നു. അദ്ദേഹം തോന്നുന്നു നടരാജ് ടാക്കീസ് കി ചടായി പർ, നടരാജ് ടാക്കീസിൻ്റെ കയറ്റത്തിലെത്തിയപ്പോൾ റിക്ഷ അങ്ങോട്ട് എത്തിയപ്പോൾ തന്നെ ഹോസ്മേ ആകെ, അപ്പോഴേക്ക് സ്ഥലകാല പരിസര ബോധം വന്നു. മറ്റേയാൾക്ക് പറഞ്ഞതിന് ശേഷം പിന്നെ എന്തോ ചിന്തയിലേക്ക് വണ്ടിയിലിരിക്കുക. ഉസ്നെ തുരന്ത് റിക്ഷ രോക്കിനെക്കോ കഹ, പെട്ടെന്ന് പറഞ്ഞു വണ്ടിക്കാരനോട് നിങ്ങൾ വണ്ടി നിർത്തുമെന്ന് പറഞ്ഞു. ഓർ ഉദർക്കർ പൈതൽ ചലനേലക, എന്നിട്ട് അദ്ദേഹം വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നടന്ന് പോകാൻ തുടങ്ങി. കയറ്റം നയാ റിക്ഷാവാല, പക്ഷേ ഇപ്പോഴിറങ്ങേണ്ട കാര്യമില്ല. കാരണം എന്താ, നയാ റിക്ഷാവാല മസ്ബൂത്തത, വളരെ ശക്തിയുള്ള ബലിഷ്ഠമായ ശരീരത്തിനുടമയാണ്. ചകിത് നോക്കുക, ഇതെന്തിനാണ് ഇയാൾ ഇറങ്ങിയതെന്ന് ആലോചിച്ചിട്ട് പുതിയ റിക്ഷക്കാരൻ അത്ഭുതപ്പെട്ടു പോവുകയും ചെയ്തു. ഇതാണ് പാഠത്തിൻ്റെ സമ്മറി മക്കളെ. കഥ നിങ്ങൾക്കറിയാം, ഇതിൻ്റെ സമ്മറിയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രധാനമായി 4 മാർക്ക് നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം ലേഖകനുമായി ബന്ധപ്പെട്ടതാണ്. ഇതാണ് ആ ചോദ്യം. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുന്നൊരു ചോദ്യം, ജീവൻ വൃത്തസേ അനുച്ഛേദ്, അതായത് നിങ്ങൾക്കൊരു ബയോഡാറ്റ തന്നിട്ട് അതിനെ നിങ്ങൾ ഒരു അനുച്ഛേദമാക്കി മാറ്റണം. അപ്പോൾ നിങ്ങൾക്ക് ജീവൻ വൃത്താണ് ഇവിടെ തന്നത്. ഇത് നമ്മൾ ഇങ്ങനെയാണ് ചോദ്യം ഉണ്ടാവുക. നാം എന്താണ്? സുകേഷ് സാഹിനി, ഇത് ജീവൻ വൃത്താണ്. ജന്മ, അദ്ദേഹത്തിൻ്റെ ജന്മം 5 സിതംബർ 1956, 1956 അദ്ദേഹം ജനിച്ചത്. ജന്മസ്ഥൽ, ആരുടെ ജന്മസ്ഥലം? നമ്മുടെ സുകേഷ് സാഹിനിയുടെ ജന്മസ്ഥലം ലഖ്നൗ ആണ്, ഉത്തർപ്രദേശിലെ ലഖ്നൌവിലാണ്. പ്രമുഖ രചനായി, അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട രചനകൾ ഏതൊക്കെയാണ്? ഡരേ ഹുയേ ലോഗ്, പേടിച്ചു പോയ ജനങ്ങളെന്നും, ഡണ്ടി റസായി എന്നുള്ളതും, അതുപോലെ തന്നെ ഖലീൽ ജിബ്രാൻ കി ലഘു കഥായി, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ചെറു കഥാസമാഹാരങ്ങൾ. പുരസ്കാരം ഏതൊക്കെയാണ്? ഡോക്ടർ പരമേശ്വർ ഗോയൽ ലഘുകഥാ സമ്മാൻ, അദ്ദേഹത്തിന് ഡോക്ടർ പരമേശ്വർ ഗോയൽ ലഘുകഥാ സമ്മാനം ഇദ്ദേഹത്തിന് തേടിയെത്തിയിട്ടുണ്ട്. വിശേഷത, ഇദ്ദേഹത്തിൻ്റെ എല്ലാ കഥകളും എടുത്ത് നോക്കിയാൽ അതിലൊരു വിശേഷത എന്താണെന്നറിയോ? നിമ്ന മധ്യവർഗീയ, താഴ്ന്നതും മധ്യവർഗത്തിൽപ്പെട്ടതുമായ ആളുകളുടെ പീഡ, കഷ്ടപ്പാടുകളെയും ഓർ നിരാശ, അവരുടെ ജീവിത നിരാശകളെയുമാണ് അദ്ദേഹം കഥയിൽ പ്രമേയങ്ങളാക്കി വെച്ചിരുന്നതെന്ന്. ഈ സംഭവത്തെ നമ്മൾ അനുച്ഛേദാക്കി മാറ്റണം. അനുച്ഛേദാക്കുമ്പോൾ ഒറ്റ പാരഗ്രാഫായി മാറണം. ഇത് കുറേ വരികൾ ചേർന്ന് ഇങ്ങനെ ഷോർട്ട് അടിക്കുക. അങ്ങനെ മാറ്റുമ്പോൾ നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. 4 മാർക്കാണ് കിട്ടുന്നത്. നോക്കൂ, ഇതാണ് അനുച്ഛേദ്. അനുച്ഛേദിൽ അവിടെ ഉള്ളത് തന്നെയാണ് ഇതിലുള്ളത്. പക്ഷേ എങ്ങനെയാണ് അനുച്ഛേദം എഴുതുമ്പോൾ? ഇത് അനുച്ഛേദാണ്, പാരഗ്രാഫ്. നമ്മൾ ഇത്ര ഇതിലേക്ക് എഴുതി ചേർത്തു. നമ്മൾ സുകേഷ് സാഹിനി എന്നുള്ളതാണ് ആദ്യത്തെ വരി. നോക്കിയേ, സുകേഷ് സാഹിനി എന്നുള്ളതാണ്. നാം സുകേഷ് സാഹിനി. അത് നമ്മളിവിടെ ഈ സുകേഷ് സാഹിനി എന്നുള്ളതിന് മുമ്പ് നമ്മളൊരു കാര്യം എഴുതി. ഹിന്ദി സാഹിത്യ ജഗത്തേക്ക്, ഹിന്ദി സാഹിത്യ ലോകത്തിലെ സർവശ്രേഷ്ഠ കഥാകാരോമേ, ഏറ്റവും ഫേമസ് ആയ കഥാകാരന്മാരിൽ പ്രമുഖനാണ് എന്ന് പറഞ്ഞു വെച്ചതിന് ശേഷം, അത് നമ്മളെ വക ഉണ്ടാക്കിയതിന് ശേഷം ശ്രീ സുകേഷ് സാഹിനി എന്ന് എഴുതുന്നു. ബാക്കി ചോടച്ചുള്ള സാധനങ്ങൾ നമ്മൾ പാരഗ്രാഫ് റൈറ്റിംഗിലേക്ക് പോകുന്നു. ഉൻകാ ജന്മസൻ, അദ്ദേഹത്തിൻ്റെ ജന്മം വർഷം 1956 1956 സിതംബർ 5 को उत्तर प्रदेश के सितंबर 5 ഉത്തർപ്രദേശ് കെ ലഖ്നൗ മേ ഹുവാ ദാ, ഉത്തർപ്രദേശിലെ ലഖ്നൌവിലായിരുന്നു. 3ാമത്തെ വരിയും കൂടി 2ാമത്തെ വരിയിലേക്ക് ആക്കി. ഡരേ ഹുയേ ലോഗ്, ഠണ്ഡി റസായി और ഖലീൽ ജിബ്രാൻ കി ലഘു കഥായും ആദി മുതലായവ ഉൻകി പ്രമുഖ രചനാഹയും, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രചനകളാണ്. ഡോക്ടർ പരമേശ്വർ ഗോയൽ ലഘുകഥാ സമ്മാൻ സേ, ഡോക്ടർ പരമേശ്വർ ഗോയൽ ലഘുകഥാ സമ്മാനം കൊണ്ട് വേ അലങ്കൃതുഹേ, അദ്ദേഹം അലങ്കരിക്കപ്പെട്ടിട്ടുണ്ട് അഥവാ ആദരിക്കപ്പെട്ടിട്ടുണ്ട്. നിമ്ന മധ്യവർഗിക്ക് പീഡ, താഴ്ന്നതും കഷ്ടപ്പെട്ട വർഗത്തിൽപ്പെട്ടതുമായ ആളുകളുടെ കഷ്ടപ്പാടുകളെയും ഓർ നിരാശ, അവരുടെ ജീവിത നിരാശകളെയും സുകേഷ് സാഹിനിജിയുടെ സാഹിത്യ രചനകളുടെ വിശേഷത ഹേ, ഇതാണ് അദ്ദേഹത്തിൻ്റെ വിശേഷത. ഇങ്ങനെ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് 4 മാർക്കാണ്. ഒന്നും ചെയ്യാനില്ല. ആദ്യത്തെ ഒരു വരി മാത്രമാണ് ഹിന്ദി സാഹിത്യ ജഗത്തേക്ക് സർവശ്രേഷ്ഠ കഥാകാരോമേ പ്രമുഖ ഹേ എന്ന് മാത്രം നമ്മൾ ആകെ അതിൽ ചേർത്തത്. ബാക്കിയെല്ലാം പാരഗ്രാഫ് ലൈറ്റിംഗ് സ്റ്റൈലിലേക്ക് കൊണ്ടുപോകുന്നു മാത്രം. ഇങ്ങനെ എഴുതി വെച്ച 4 മാർക്കാണ്. ഒരു കാരണവശാലും മറന്നു പോകരുത്. ഓക്കെ, ഇത് ആദ്യത്തെ 4 പാഠങ്ങളിലെ 4 ആളുകളെ പേര് തന്നതിന് ശേഷം ഇങ്ങനെ ചോദിക്കും. എല്ലാം സാറ് ഓരോ പാഠങ്ങളും കൃത്യമായിട്ട് പറഞ്ഞുതരും. ഓക്കെ, ഇനി നമുക്ക് ഈ പാഠവുമായി ബന്ധപ്പെട്ട 1 വേർഡ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെ വരാം നോക്കൂ. 1 മാർക്കുള്ള ചോദ്യങ്ങൾ ഇങ്ങനെയാണ്. അനുതാപ് കിസ് വിദാക്കി രചനാഹേ, അനുതാപ് ഏത് വിഭാഗത്തിലെ രചനയാണെന്ന് ചോദിച്ചാൽ കഹാനിയാണ്. കഹാനിയിൽ തന്നെ ലഘുകഥയാണ്. ഒരുപക്ഷെ ബ്രാക്കറ്റിൽ കഹാനി എന്ന് തരും, ചിലപ്പോൾ ലേഖനം എന്ന് വരും, പിന്നെ കവിത എന്നൊക്കെ തരും. അങ്ങനെയാണ് നിങ്ങൾ കഹാനി എഴുതണം. ചിലപ്പോൾ കഹാനി എന്നുണ്ടാവില്ല, ലഘുകഥ, പിന്നെ നാടക, സിനിമാ ലേഖനം എന്നൊക്കെ തന്നേക്കാം. അങ്ങനെയാണ് ലഘുകഥ. അപ്പോൾ നമ്മൾ കഹാനിയാണ്, അതിൽ തന്നെ ലഘുകഥാ വിഭാഗമാണ്, മറന്നു പോകരുത്. അടുത്തത് അസ്ലം കിസ് കഹാനി കാ പാത്ര. ഈ അസ്ലം എന്ന് പറയുന്നത് ഏത് കഥയിലെ കഥാപാത്രമാണ്? കുറേ കഥകളൊക്കെ അങ്ങോട്ട് പഠിച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ ഏതാണ് നമ്മൾ കൺഫ്യൂഷൻ ആയിപ്പോയത്. അപ്പം നമുക്ക് അനുതാപ് എന്ന് ഓർമ്മ വേണം. 3ാമത്തത് അനുതാപ് കിസ്കി രചനാഹേ, അനുതാപ് ആരുടെ രചനയാണെന്ന് ചോദിച്ചാൽ ഉത്തരം സുകേഷ് സാഹിനിയുടെ രചനയാണ്.
അടുത്ത നാലാമത്തെ ചോദ്യം, ഡോക്ടറിനെ അസ്ലം കോ ക്യാ കർണേ സേ, ഡോക്ടർ അസ്ലമിനോട്, റിക്ഷക്കാരനായ മരണപ്പെട്ടു പോയ അസ്ലമിനോട് ക്യാ കർണേ സേ, എന്തു ചെയ്യുന്നതിൽ നിന്ന് മനാക്കിയാത തടഞ്ഞിരുന്നു, ചെയ്യരുതെന്ന് പറഞ്ഞിരുന്നു. റിക്ഷ ചലാനെ സേ, റിക്ഷ ഓടിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം, റിക്ഷ ഓടിക്കാതിരുന്നാൽ അദ്ദേഹത്തിൻ്റെ വീട് പട്ടിണിയായി പോലെ, അദ്ദേഹത്തിന് വണ്ടി ഓടിക്കാതിരിക്കാൻ നിർവാഹമില്ല. മറ്റൊരു സത്യം. 1 വേർഡ് കഴിഞ്ഞാൽ 2 മാർക്കിന് ചോദിക്കുന്ന ചോദ്യം ഈ പാഠത്തിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ്. ഉസേ ഷാക്സാലക ക്യോം, അദ്ദേഹത്തിന് അതൊരു ഷോക്കായി മാറി, എന്തുകൊണ്ട്, ആർക്ക് എന്നും കൂടി വരുന്നു. ഉത്തരം, അസ്ലമിൻ്റെ ആകസ്മിക്, പെട്ടെന്നുള്ള, മൃത്യുക്ക്, മരണത്തിൻ്റെ, ഖബർ, വാർത്ത, സുൻകർ, കേട്ടിട്ട്, और അതുപോലെ തന്നെ ജീവൻ കി, ജീവിതത്തിൻ്റെ, ക്ഷണികതാക്കെ ബാരമേ, നൈമിഷികതയെക്കുറിച്ച്, എപ്പോഴാണ് നമ്മൾ മരണപ്പെടുക എന്ന് പറയാൻ പറ്റില്ലല്ലോ, നൈമിഷികതയെക്കുറിച്ച്, ബാരമേ സോച്ചുകർ, ചിന്തിച്ചിട്ട്, യാത്രിക്കോ ഷാക്സാലക എന്ന് പറഞ്ഞാൽ ഷോക്ക് പറ്റി എന്നാണ് അതിന് ഇംഗ്ലീഷ്. ഓക്കെ, യെസ്. അപ്പോൾ ജീവിതത്തിൻ്റെ നൈമിഷികതയും അസ്ലമിൻ്റെ പെട്ടെന്നുള്ള മരണവും ആലോചിച്ചപ്പോൾ ഒരുപക്ഷെ ഞാനും നമുക്ക് അടുത്ത ആഴ്ച എന്ന് പറയുമ്പോൾ ഈ നിമിഷത്തിൽ അടുത്ത നിമിഷത്തിൽ മരണപ്പെട്ടേക്കാം. അപ്പോൾ അതുകൊണ്ട് അത് ആലോചിച്ചാൽ അദ്ദേഹത്തിന് വല്ലാത്ത ഷോക്കായി. അടുത്ത ചോദ്യം, രണ്ടാമത്തത്, ഉസ്കി ആവാസ്മേ, അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ, ഗഹരി ഉദാസിതി, വല്ലാത്ത ആഴത്തുള്ളൊരു വിഷമം നിറഞ്ഞിരിപ്പുണ്ടായിരുന്നു. ക്യോം, എന്തുകൊണ്ട്, ആരുടെ ശബ്ദത്തിലായിരിക്കും അത് പുതിയ റിക്ഷക്കാരനാണ്. ഇന്നലെ അസ്ലം മരിച്ചുപോയി എന്ന് പറയുന്ന സമയത്ത്, നമ്മളിപ്പോൾ ചുരൽമലയിൽ ദുരന്തമുണ്ടായി 100 കണക്കിന് ആളുകൾ മരണപ്പെട്ടു പോയി എന്ന് പറയുന്ന സമയത്ത് നമ്മളെ മനസ്സിൽ എന്താണ്, നമ്മളെ ശബ്ദത്തിൽ ഉദാസീതയാണ് ഉണ്ടാകുന്നത്. അപ്പം അതുപോലെ ഉസ്കി ആവാസ്മേ ഗഹരി ഉദാസിതി, അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ ആഴത്തിലുള്ള ഒരു ഉദാസീനത ഉണ്ടായിരുന്നു. ക്യോം, എന്തുകൊണ്ട്. ഉത്തരം, അപ്പനെ സാത്തി അസ്ലം, ഇന്നത്തെ റിക്ഷ ഓടിക്കുന്നവൻ്റെ കൂട്ടുകാരനായിരുന്നു ഇന്നലത്തെ അസ്ലം. ഓക്കെ, അസ്ലം കി മൃത്യുക്ക കാരൻ, സുഹൃത്തിൻ്റെ മരണം കാരണം, റിക്ഷവാലേക്ക് ആവാസ്മി, റിക്ഷക്കാരൻ്റെ ശബ്ദത്തിൽ ഗഹരി ഉദാസിതി, ആഴത്തിലുള്ള സങ്കടം നിറഞ്ഞിരിപ്പുണ്ടായിരുന്നു എന്നാണ്. ഓക്കെ, ഇനി നമ്മളോട് ചോദിക്കുന്ന 2 മാർക്കിൻ്റെ മറ്റ് ചോദ്യങ്ങൾ ഇങ്ങനെയാണ്. ഇൻകെ സാത്ത്, ഇവരുടെയൊക്കെ കൂടെ, ഹംദർദി, കാരുണ്യം, ജത്താന, പ്രകടിപ്പിക്കുക, ബവ്കൂഹിഹേ, വിഡ്ഢിത്തരം, ഹോഗി ആവ, ഇത്തരം ആളുകളോടൊക്കെ ദയ കാണിക്കുന്നത് വിഡ്ഢിത്തരമാണ്. പോട്ടർ തൊഴിലാളികൾ, അതുപോലെ തന്നെ അങ്ങാടിയിൽ മറ്റ് ജോലിയെടുക്കുന്നവർ, റിക്ഷക്കാർ, ഇവരോടൊക്കെ ഒന്നും ദയ കാണിക്കേണ്ട യാതൊരു കാര്യമില്ല. യഹാം യാത്രി ക കോൺസ മനോഭാവ പ്രകട ഹോ രഹാ ഹൈ, ഇവിടെ യാത്രി എന്ന് പറഞ്ഞ ബാബുജിയുടെ ഏത് മനോഭാവമാണ് പ്രകടമാകുന്നത്. ഇത്തരം ആളുകൾ ഇങ്ങനെ പ്രകടിപ്പിക്കുന്ന ആളുകളുണ്ടാവാം, അവരുടെ ഏത് മനോഭാവമാണ് പ്രകടിപ്പിക്കുന്നത്. ഉത്തരം, ഗരീബി ഓർ ശ്രമിക വർഗക്ക്, ഗരീബി, ദരിദ്രരുടെയും, ഓർ ശ്രമിക വർഗക്ക്, തൊഴിലാളി വർഗത്തിൻ്റെയും നേരെ ഉപേക്ഷാക്ക മനോഭാവ്, പുച്ഛ മനോഭാവം, തിരസ്കാര മനോഭാവം. അതുപോലെ തന്നെ സഹജീവിക്കെ പ്രതി, അവരെന്തൊക്കെ പറഞ്ഞാൽ തൊഴിലാളികളായാലും സഹജീവികളല്ലേ, സഹജീവികളോട് സംവേദഹീനതാക്ക, അവരുടെ സങ്കടവും വേദനയും ചോദിച്ചോ കണ്ടോ മനസ്സിലാക്കാതിരിക്കുന്നതിൻ്റെയും മനോഭാവമാണ് കാണുന്നത്. അവനൊക്കെ തൊഴിലാളിയല്ലേ, അവൻ്റെയൊക്കെ കാര്യം എനിക്ക് നോക്കേണ്ട, അതിന് കാര്യമില്ല എന്നുള്ള മനോഭാവമാണ് ഈ കാര്യത്തിലൂടെ വ്യക്തമാണ്. ഏത് കാര്യത്തിലൂടെ, ഇസ്കെ സാത്ത് ഹംദർദി ജത്താന ബേഖുഹി, ഇവരോടൊക്കെ കാരുണ്യം കാണിക്കുന്നത്, ദയ കാണിക്കുന്നത്, വാത്സല്യം കാണിക്കുന്നത് വിഡ്ഢിത്തരമാവൂ എന്നുള്ള ചിന്ത, ഇത്തരം ആളുകളുടെ വേദനയും വിഷമമൊന്നും മനസ്സിലാക്കേണ്ടതില്ല എന്നുള്ള മനോഭാവത്തിൽ നിന്നുണ്ടാവുന്നതാണ് എന്നാണ്. ഇനി 4ാമത്തെ ചോദ്യം മക്കളെ, വ കിസി അപരാധി കി ബാന്തി, അവസാനം വണ്ടിയിൽ നിന്ന് യാത്ര ചെയ്ത് അദ്ദേഹം മരണപ്പെട്ടു പോയി, ആ മരണത്തിന് ഞാനും കാരണക്കാരനാണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലായപ്പോൾ ഇപ്പോൾ ബലിഷ്ഠനായ കരങ്ങളോടുകൂടിയ മനുഷ്യൻ്റെ വണ്ടിയിൽ നിന്ന് കയറ്റത്തെത്തുമ്പോൾ വണ്ടി നിർത്താൻ പറഞ്ഞ് കുറ്റബോധത്തോടെ താൻ വിളിച്ച വണ്ടിക്ക് പിന്നാലെ കാശ് കൊടുത്തതിൻ്റെ അത് പിന്നാലെ നടന്നിങ്ങനെ തലയും താഴ്ത്തി പോന്നപ്പോൾ അദ്ദേഹത്തിന് എന്ത് തോന്നി, വ കിസി അപരാധി കി ബാന്തി, അദ്ദേഹം ഏതോ ഒരു തെറ്റുകാരനെ പോലെ സിർ ചുക്കായെ, തലകുനിച്ചുകൊണ്ട്, റിക്ഷയ്ക്ക് സാത്ത്, റിക്ഷയുടെ പിന്നാലെ ചൽ രഹാദ, നടന്നു നീങ്ങുകയായിരുന്നു. ക്യോം, എന്തുകൊണ്ടെന്ന ചോദ്യം. ഉത്തരം എങ്ങനെയാണ് മക്കളെ, അസ്ലം കി മൃത്യുക്ക് ഖബർ സുൻതഹി, അസ്ലമിൻ്റെ മരണവാർത്ത കേട്ടപ്പോൾ തന്നെ യാത്രി തൻ്റെ ഹംദർദി കെ അഭാവ്ക്ക്, ദയവും കാരുണ്യവും ഇല്ലാത്തതിൻ്റെ ബാരേമേയും പറ്റി സോച്ചുകർ, ചിന്തിച്ചിട്ട്, റിക്ഷാത് സെ ഉദർക്കർ, ഇന്നത്തെ വണ്ടി നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടതില്ല, പക്ഷേ ഇറങ്ങിയിട്ട്, അപരാധിക്ക് ഭാന്തി, ഒരു തെറ്റുകാരനെ പോലെ, സിർ ചുക്കായി, തലയും താഴ്ത്തി, റിക്ഷാക്കെ സാത്ത് ചല, റിക്ഷയുടെ പിന്നാലെ നടക്കരുത്. ഇന്നത്തെ ബലിഷ്ഠനായ ആരോഗ്യവാനായ മനുഷ്യൻ്റെ വണ്ടിയിൽ ഇരിക്കാൻ അദ്ദേഹത്തിന് മനസ്സ് വരുന്നില്ല. ഈ കയറ്റം കയറുമ്പോൾ ഇയാൾക്കും അതുപോലെ ക്ഷീണം ഉണ്ടാവുമല്ലോ എന്ന്. പക്ഷേ സത്യത്തിൽ ഇന്നത്തെ ആൾ ആരോഗ്യവാനാണ്. ഓക്കെ, യെസ്. ഇനി നമ്മളോട് ചോദിക്കുന്ന 6 മാർക്കിൻ്റെ ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് മക്കളെ. 6 മാർക്കിൻ്റെ ചോദ്യം ഇങ്ങനെയാണ്. അസ്ലം കി മൃത്യുക്കെ ബാദ്, നമ്മുടെ റിക്ഷക്കാരനായ അസ്ലമിൻ്റെ മരണശേഷം, ഏക്ക് നയാ റിക്ഷാവാല, ഒരു പുതിയ റിക്ഷക്കാരൻ, യാത്രിക്കോ ദഫ്തർ ലേ ജാനെ കെ ലിയെ, യാത്രക്കാരനെ, നമ്മളെ ബാബുജിയെ ഓഫീസിൽ എത്തിക്കുന്നതിന് വേണ്ടി, ദഫ്തർ എന്ന് പറഞ്ഞാൽ ഓഫീസിൽ എത്താൻ വേണ്ടി, ഗർ പൗഞ്ചത്ത ഹൈ,
വീടിൻ്റെ അടുത്തേക്ക് എത്തിച്ചേരുന്നു. നയ റിക്ഷവാലയൊക്കെ തേക്കർ, ഇന്ന് വന്ന പുതിയ റിക്ഷക്കാരനെ കണ്ടിട്ട് യാത്രി ചഗ്ദ്രി ജാത്തെ, പുള്ളി അത്ഭുതപ്പെടുന്നു, ആശ്ചര്യപ്പെടുന്നു. നിന്നെ ആര് വിളിച്ചു, നീ എന്തിനു വന്നു എന്നുള്ള രീതിയിൽ. തബ് ദോനോക്കെ ബീച്ചിക്ക, അപ്പോൾ രണ്ടുപേരുടെ ഇടയ്ക്കുള്ള വാർത്താലാപ കോൺവെർസേഷൻ തയ്യാറാക്കാൻ 6 മാർക്കാണ് മക്കളെ, 6 മാർക്കാണ്. അങ്ങനെ ചോദിച്ചാൽ ആ സംഭാഷണം നമുക്ക് എങ്ങനെ എഴുതാം നോക്കൂ. റിക്ഷാവാല, റിക്ഷക്കാരൻ വന്നിട്ട് ബാബുജി, ഓ ബാബുജി, ബാബുജി എന്ന് പറഞ്ഞ റെസ്പെക്റ്റോട് കൂടി ഹിന്ദിയിൽ വിളിക്കുന്ന, നമ്മൾ മലയാളത്തിൽ നമ്മൾ ചേട്ടാ ഇക്ക എന്നൊക്കെ വിളിക്കില്ലേ, അതുപോലെ ഹിന്ദിയിൽ നമ്മൾ ബാബുജി, തമിഴിലാണെങ്കിൽ അണ്ണാച്ചി എന്ന് വിളിക്കും അല്ലേ. നമ്മളെ നോക്കി വിളിച്ചാൽ പറയും ഞാനല്ല അണ്ണാച്ചി നീയാന്ന് പറയും അല്ലേ. അവരവരുടെ ഭാഷയിൽ റെസ്പെക്റ്റ് കൂടിയാണ് നമ്മൾ അണ്ണാച്ചി എന്ന് വിളിക്കുന്നത്. ഓക്കെ, എന്തായാലും നോക്ക്, ഇവിടെ നോക്ക്, റിക്ഷാവാല ബാബുജി 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 എന്ന് വിളിച്ചു. അപ്പോൾ യാത്രി ബാഹരാക്കർ, പുറത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങി നിന്നിട്ട് ഖോനത്തും, ആരാ നീ. അപ്പോൾ റിക്ഷാവാല ബാബുജി ആയി, ബാബുജി വരൂ, മേ ആപ്കോ, ഞാൻ നിങ്ങളെ പൗഞ്ചാതെ എത്താവും, നിങ്ങളെ ഞാൻ എത്തിക്കാം. അപ്പോൾ യാത്രി മേരേലി അസ്ലമായക, ഹേ എനിക്ക് വേണ്ടി അസ്ലം വരും. അപ്പോൾ റിക്ഷാവാല ബാബുജി അസ്ലം നെഹി ആയേഗ, ബാബുജി അസ്ലം നീ ആയേഗ, അസ്ലം വരില്ല. യാത്രി തുമാരെ കാനേക്ക മത്ലബ്, നീ പറഞ്ഞതിനർത്ഥം മനസ്സിലായില്ല, വരില്ല എന്ന് പറഞ്ഞാൽ എന്താ. അപ്പോൾ റിക്ഷാവാല കൽ രാത്, ഇന്നലെ രാത്രി ഉസ്കി മൃത്യു ഹുയി, അദ്ദേഹം മരണപ്പെട്ടു പോയി. യാത്രി ബാപ്രേ കൽ തോ ബലാ ചങ്കാത, ബലാ ചങ്കാത, ഇന്നലെ ഒരു കുഴപ്പമില്ല, ഹെൽത്തി ആയിരുന്നല്ലോ. അപ്പോൾ റിക്ഷാവാല ഉസ്കെ ദോനവും, അദ്ദേഹത്തിൻ്റെ 2 ഗുർദവും കിഡ്നികൾ ഖറാബീതി, 2 കിഡ്നിയിൽ കംപ്ലൈൻ്റ് ആയിരുന്നു, 2 കിഡ്നി തകരാറായിരുന്നു. യാത്രി കൽ അസ്ലം റിക്ഷ ചലാത്തെ സമയം, എന്നാൽ ഇന്നലെ അസ്ലം റിക്ഷ ചലിപ്പിക്കുമ്പോൾ, ഓടിക്കുമ്പോൾ ഏക്ക് ഹാത്ത് സേ, ഒരു കൈ കൊണ്ട് പേട്ട് പക്കടക്കർ, വയറ് പിടിച്ചിട്ട് ധീരെ ധീരെ കരാഗ്രഹാത, ശരിയാ മെല്ലെ മെല്ലെ ഇങ്ങനെ കരയുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ റിക്ഷാവാല ഡോക്ടറിനെ ഉസേ, ഡോക്ടർ അദ്ദേഹത്തോട് റിക്ഷ ചലാനേമേയും, വണ്ടി ഓടിക്കുന്നതിൽ നിന്ന് മനാക്കർ രക്കാത മാറ്റി നിർത്തിയിരുന്നു. അപ്പോൾ യാത്രി ബേച്ചാര, പാവം, മേ സോച്ച, ഞാൻ ചിന്തിച്ചു വാ ഉസ്ക നാടകേ, പക്ഷേ എനിക്ക് തെറ്റിദ്ധാരണ ഉണ്ടായി, ഞാൻ വിചാരിച്ചു ഇതൊക്കെ കയറ്റം കയറി പോകുമ്പോൾ പുള്ളിയുടെ അഭിനയമാണെന്ന്. മുച്ചേ പദാ ഹോത്താത്തോ, എനിക്കറിയാമായിരുന്നുവെങ്കിൽ ഉത്തർക്കർ ഇറങ്ങിയിട്ട് ചലത്ത ഞാൻ നടക്കുമായിരുന്നു. അപ്പോൾ റിക്ഷാവാല കൽ ആപ്കോ ദഫ്തർ പൗഞ്ചാക്കർ, ഇന്നലെ താങ്കളെ ഓഫീസിൽ എത്തിച്ചതിന് ശേഷം ലൗട്ട, അദ്ദേഹം തിരിച്ചു വരിക. തോ അപ്പോൾ പേശാബ്, അദ്ദേഹത്തിൻ്റെ യൂറിൻ ബന്ധു ഹോഗയ, അതായത് കിഡ്നിയുടെ പ്രവർത്തനം പൂർണ്ണമായി നിന്നുപോയി. ആസ്പത്താൽ ലേ ജാത്തെ സമയം, ആശുപത്രിയിലേക്ക് ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് കൊണ്ടുപോകുമ്പോൾ രാസ്തമേഹി, വഴിയിൽ വെച്ച് തന്നെ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പേ മർഗയ, അദ്ദേഹം നമ്മുടെ വിട്ടു പിരിഞ്ഞു പോവുകയാണ് ചെയ്തത്. അപ്പോൾ യാത്രി ലേക്കിൻ മേം, എന്നാൽ ഞാൻ കൽ ഉൻസെ, ഇന്നലെ അദ്ദേഹത്തോട് ഹംദർദീബിന, അദ്ദേഹത്തിൻ്റെ അവസാന നിമിഷമാണ്, എന്നെ ഓഫീസിലേക്ക് എത്തി തിരിച്ചു പോരുമ്പോൾ മരണപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വലിക്കുന്ന സമയത്താണ് എന്നെ വണ്ടിയിൽ കൊണ്ടുപോകുന്നത്. ലേക്കിൻ മേങ് കൽ ഉൻസെ, എന്നാൽ ഞാൻ ഇന്നലെ അദ്ദേഹത്തോട് ഹംദർദി, ദയോ കാരുണ്യമോ ബിന ഇല്ലാതെ വ്യവഹാർ കിയ, വളരെ ക്രൂരമായിട്ട് പരുഷമായിട്ടാണ് ഞാൻ കാശ് കൊടുത്ത് വിളിച്ചാലെന്ന് പറഞ്ഞ് ഞാൻ പെരുമാറിയത്. ഹേ ഭഗവാൻ, അയ്യോ ദൈവമേ, മുച്ചേ മാഫ് ദീജി, എനിക്ക് ചെയ്ത തെറ്റിന് മാപ്പ് തരണമേ എന്ന്. ഇതാണ് കോൺവെർസേഷൻ. 6 മാർക്കാണ് ഇങ്ങനെ ഇരി കഴിഞ്ഞാൽ, മറന്നു പോരുത് മക്കളെ. ഓക്കെ, നമുക്കിനി രണ്ടാമത്തെ 6 മാർക്കിൻ്റെ മറ്റൊരു ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. നോക്കൂ മക്കളെ, മാൻലേ, മനസ്സിലാക്കൂ, അനുതാബ് കാ യാത്രി കിസി അപരാധി കി ബാന്തി, അനുതാബ് എന്ന് പറഞ്ഞ കഥയിൽ യാത്രക്കാരൻ ഏതോ ഒരു തെറ്റുകാരനെ പോലെ സിർ ചുക്കാക്കർ, തലയും താഴ്ത്തി ദഫ്തർ പൗഞ്ച, അദ്ദേഹം തൻ്റെ ഓഫീസിലേക്ക് സങ്കടത്തോടുകൂടി ചെന്നു. ഏക്ക് മിത്ര, അപ്പോൾ ഓഫീസിലൊരു മിത്ര ഉസ്കി ഉദാസി കാ കാരണം പൂछताए, ഇദ്ദേഹം മൂഡ് ഓഫ് ആയി എന്ന് വരുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തോട് കാരണം ചോദിച്ചു. ദോനോക്കെ ബീച്ച് കാ സംഭാവിത വാർത്താലാപിലേക്ക് 6 മാർക്ക്. അപ്പോൾ ഓഫീസിൽ വെച്ചുള്ള ഇവർ 2 പേരുടെയും, യാത്രിക്കാരൻ്റെയും ബാബുജിയുടെയും ഓഫീസിലെ സ്റ്റാഫിൻ്റെയും തമ്മിലുള്ള സംഭാഷണം എഴുതാൻ വേണ്ടി ചോദിച്ചാൽ 6 മാർക്കാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു തവണ കേട്ടാൽ നമുക്ക് എഴുതാൻ പറ്റും. ശ്രദ്ധിച്ചു നോക്കൂ മക്കളെ. മിത്ര ചോദിക്കുകയാണ്, ഇത് മിത്രയുടെ പേരൊന്നും എഴുതണ്ട. ആരേക്കാകുക ബോത്ത് പരേശന്, അയ്യോ എന്താ നിങ്ങൾ വളരെ വിഷമത്തിലാണല്ലോ, ഗുഡ് മോർണിംഗ് ഒന്നുമില്ല, വളരെ മൂഡ് ഓഫിലാണല്ലോ. അപ്പോൾ യാത്രി ഹാം യാർ, അതെടാ, അസ്ലം കാ ചേഹര, ആ അസ്ലമിൻ്റെ മുഖമുണ്ടല്ലോ, മനസ്സെ ഹടുത്താനഹി, മനസ്സൊന്നും മാറുന്നില്ല. മിത്ര അസ്ലം വ കോനെ, അസ്ലമോ അതാരാ. യാത്രി വ റിക്ഷാവാല അസ്ലം, ആ റിക്ഷക്കാരൻ അസ്ലമില്ലേ. മിത്ര ഉസ്കോ ക്യാ ഹുവാ, അദ്ദേഹത്തിന് എന്ത് പറ്റി. അപ്പോൾ യാത്രി കൽ ഉസ്കി മൃത്യു ഹുയി, ഇന്നലെ അദ്ദേഹം മരണപ്പെട്ടു പോയി. മിത്ര അരേ കൽ ബി യഹാം ആയതാനാ, അദ്ദേഹം ഇന്നലെ ഇവിടെ വന്നതല്ലേ, താങ്കളെ കൊണ്ടുവന്നതല്ലേ. അപ്പോൾ യാത്രി
ഹാം യാർ, അതേടാ. കൽ മുച്ചെ യഹാൻ ചോടുക്കർ, ഇന്നലെ എന്നെ ഇറക്കിയിട്ട് ലൗഡത്തെ സമയം തിരിച്ചു പോകുമ്പോൾ രാസ്തേ മെഹി വഴിയിൽ വെച്ച് ഉൻകി മൃത്യു ഹുയി, അദ്ദേഹം മരണപ്പെട്ടുപോയി. ഉസ്കി മൃത്യു ഹുയി, അദ്ദേഹം മരണപ്പെട്ടുപോയി. മരണം സംഭവിച്ചു. മിത്ര ബേച്ചാര, പാവം. ക്യാ ഉനേ കോയി ബീമാരിതാ, അദ്ദേഹത്തിന് എന്തെങ്കിലും അസുഖം ഉണ്ടായിരുന്നോ? അപ്പോൾ യാത്രി പറയാ, ഉൻകി ദോനോ ഗുർദയും ഖറാബ് ദി, അദ്ദേഹത്തിന് 2 കിഡ്നികൾ തകരാറായിരുന്നു. ലേക്കിൻ എന്നാൽ മേ ആജ് ഹി ജാൻ പായാകൂ, പക്ഷേ ഇക്കാര്യം ഞാൻ ഇന്നാണ് അറിയുന്നത്. മിത്ര ക്യാ തുമ്നെ ഉസ്കെ പരിവാർ സെ മിലേ, എന്നിട്ട് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നീ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ഒന്നും കാണാൻ പോയോ? അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കാണാൻ പോയോ? കുടുംബത്തെ കാണാൻ പോയോ? അപ്പോൾ യാത്രി, നെഹി, ഇല്ല. മേ പശ്ചാത്താപസെ വിവശവും, എനിക്ക് കുറ്റബോധം കൊണ്ട് അങ്ങോട്ട് പോകാൻ പോലും മനസ്സ് വരുന്നില്ല. മിത്ര ചിന്താമത് കരോ, നീ ടെൻഷൻ അടിക്കാതിരിക്കൂ. ഹോ സകയത്തോ, പറ്റുമെങ്കിൽ ഉസ്കെ പരിവാർക്കി മദത് കരോ, അദ്ദേഹത്തിൻ്റെ ഫാമിലിയെ പോയിട്ടൊന്ന് ഹെൽപ്പ് ചെയ്യൂ. യാത്രി, ജറൂർ, തീർച്ചയായിട്ടും. മേ പത്നിക്കെ സാത്ത്, ഞാൻ എൻ്റെ പത്നിയെയും കൂട്ടിയിട്ട് ആജ് ഹി ജാവുക, ഇന്ന് തന്നെ പോകുമെന്ന്. ഇതാണ് അവർ തമ്മിൽ ഓഫീസിൽ നടക്കുന്ന സംഭാഷണം. ഓക്കെ മക്കളെ, ഇനി നമുക്ക് 6 മാർക്കിൻ്റെ മറ്റൊരു കോൺവെർസേഷൻ. എന്താണ്? ഓഫീസിലെ ഡ്യൂട്ടി കഴിഞ്ഞ് ഇദ്ദേഹം വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തുമ്പോൾ എന്താ വൈഫുമായിട്ട് സംസാരിക്കുന്നത് നോക്കൂ. 3 യാത്രി ഷാം കോ ഘർ പൗഞ്ച, യാത്രി വൈകുന്നേരം വീട്ടിലെത്തി. ഉസ്കി പരേശാനി ദേക്കർ, അദ്ദേഹത്തിൻ്റെ വല്ലാത്ത അസ്വസ്ഥത കണ്ടപ്പോൾ പത്നിനെ കാരണം പൂച്ച, വൈഫ് കാരണം ചോദിച്ചു. യാത്രിനെ അസ്ലം കി മൃത്യു കി ഖബർ സുനായി, യാത്രി നമ്മുടെ ബാബുജി അസ്ലമിൻ്റെ മരണ വാർത്ത അറിയിച്ചു. ഓർ പത്നി കെ ബീച്ച് കാ വാർത്താലാപ് തയ്യാർ കീജിയെ, ആ സമയത്ത് യാത്രിയും പത്നിയും തമ്മിലുള്ള വാർത്താലാപ് തയ്യാറാക്കാൻ. അങ്ങനെ ചോദിച്ചാൽ യാത്രി പറയാണ്, അതായത് നമ്മുടെ ബാബുജി പറയാണ്, അരേ തൊടാ പാനിതോ, എടോ കുറച്ച് വെള്ളം കൊണ്ട വേഗം. പത്നി അവർ വന്നിട്ട്, ക്യാ ആപ്പ് ബഹുത്ത് പരേശാൻ ഹേ, എന്താണ് നിങ്ങൾ വല്ലാതെ അസ്വസ്ഥരാണല്ലോ. യാത്രി, പകലെ പാനിതോ, നീ ആദ്യം വെള്ളം കൊണ്ടുവാ. പത്നി പാനി ദേത്തിയെ, വൈഫ് വെള്ളം കൊടുക്കുന്നു. ഓർ വേ പീത്തെ, അദ്ദേഹം കുടിക്കുന്നു. അപ്പോൾ പത്നി, അപ്പോൾ ബതാവോ ജി, ഇപ്പോൾ പറയൂ ജി, ക്യാ ഹുവാ ആപ്കോ, എന്താ നിങ്ങൾക്ക് പറ്റിയത്, നിങ്ങൾ ആകെ അസ്വസ്ഥനാണല്ലോ. അപ്പോൾ യാത്രി, അസ്ലം ഹെന, നമ്മുടെ അസ്ലമില്ലേ. പത്നി, ഹമാരെ റിക്ഷവാല അസ്ലം, ഇദ്ദേഹത്തെ കൊണ്ടുപോകാൻ വേണ്ടി ഇവിടെ വീട്ടിൽ വരുന്നതാണല്ലോ, നമ്മുടെ റിക്ഷക്കാരൻ അസ്ലമാണോ? അപ്പോൾ യാത്രി, ഹാം, അതെ. പത്നി, ഉസ്കോ ക്യാ ഹുവാ, അദ്ദേഹത്തിന് എന്ത് പറ്റി? യാത്രി, കൽ ഉസ്കി മൃത്യു ഹുയി, ഇന്നലെ അദ്ദേഹം മരണപ്പെട്ടു. പത്നി, അരേ കൽ ബി യഹാ ആയാ ധന, അയ്യോ ഇന്നലെ രാവിലെ നിങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി ഇവിടെ വന്നല്ലേ. യാത്രി, ഹാം, കൽ വ മുച്ചെ ദഫ്തർ ചോഡ്കർ, ഇന്നലെ അദ്ദേഹം എന്നെ ഓഫീസിൽ ഇറക്കിയിട്ട് ലൗഡത്തെ സമയം തിരിച്ചു വരുമ്പോൾ രാസ്തേ പർ ഹി മൃത്യു ഹുയി, വഴിയിൽ വെച്ച് അദ്ദേഹത്തിന് മരണം സംഭവിച്ചു. ഇതാണ് അവർ തമ്മിൽ നടക്കുന്ന പ്രധാനപ്പെട്ട സംഭാഷണങ്ങളൊന്ന്. ഇത്രയും മതി. ഓക്കെ, ഇത്രയും എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ മാർക്കായി. പിന്നെ വേണം നിങ്ങൾക്ക് കൂട്ടാം. അയ്യോ അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് വീട്ടിൽ നിന്ന് നമ്മൾ പോകേണ്ടതായിരുന്നു, നിങ്ങളും വൈകുന്നേരം റെഡിയാവ്, നമുക്കൊന്ന് വീട്ടിൽ പോകാം, എന്തെങ്കിലും സഹായം ചെയ്യുക എന്നൊക്കെ നിങ്ങൾക്ക് കൂട്ടിക്കൊണ്ടുപോകാം. ഓക്കെ, യെസ്. അപ്പോൾ നോക്ക്, നിങ്ങൾ +1 ആകുമ്പോൾ വളരെ പിശുക്കി ചെയ്തരുത്. നിങ്ങൾ SSLCയെ പോലെ അങ്ങനെ കറക്റ്റ് 8 വരി 14 വരി അങ്ങനെ ചിന്തിക്കരുത്. ലിറ്ററേച്ചർ നല്ലോണം ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് വൈഡായിട്ട് എഴുതാൻ കഴിയണം, ഒരുപാട് പേപ്പറിൽ നമ്മൾ എഴുതാൻ ശ്രമിക്കണം. ഓക്കെ, എന്നിട്ട് നോക്ക് 4ാമത്തെ ചോദ്യം. യാത്രി കാ മൻ സംഘർഷ സേ ഭര, യാത്രിയുടെ മനസ്സ് വല്ലാതെ സംഘർഷം കൊണ്ട് നിറഞ്ഞു. വ അപ്പന സംഘർഷ ഡയറിമേ ലിഖ, വ ഡയറിയിലേക്ക്. അന്ന് അദ്ദേഹം വൈഫിനോട് സംസാരിച്ചതിന് ശേഷം അദ്ദേഹത്തിന് വല്ലാത്ത സങ്കടം വീണ്ടും മനസ്സിലിങ്ങനെ വന്നു. അനുതാപമാണല്ലോ, കുറ്റബോധമാണല്ലോ, അതൊരിക്കലും മാറിയല്ലോ. അപ്പോൾ അദ്ദേഹം ഒരു ഡയറി എഴുതി. അങ്ങനെയാണെങ്കിൽ ആ ഡയറി എങ്ങനെയായിരിക്കാം? നമ്മൾ ഡയറി എഴുതുമ്പോൾ നമ്മൾ താരീഖ് എഴുതണം. സോമവാർ, തിങ്കളാഴ്ചയോ, നിങ്ങൾക്ക് രവിവാരോ, സോമവാരോ, മംഗളവാരോ, ബുധവാർ, ഗുരുവാർ, ശുക്രവാർ, എന്ത് വേണമെങ്കിലും ഒരു ഡേറ്റ് ചെയ്താം, ഒരു ദിവസം എഴുതാം. ഓക്കെ, ഡാഷ്, ഡേറ്റിൻ്റെ ഭാഗത്ത് ഡാഷ് ഇട്ടു. ഓക്കെ, ഇതൊക്കെ ഭാവനയിലെ കഥാപാത്രങ്ങളാണ്, ഹിസ്റ്ററി അല്ലല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാം. ആജ് കാ ദിൻ മേ ഭൂൽ നെയ് സക്ത, നമ്മൾ SSLCയിലൊക്കെ ഡയറി എഴുതുമ്പോൾ ഏതിനും എഴുതാൻ പഠിച്ചതില്ലേ, ഇന്ന ദിവസം എനിക്ക് മറക്കാൻ പറ്റില്ല. അസ്ലം അബുബി നെഹി രഹ, അസ്ലം ഇപ്പോൾ ഇല്ല. റിക്ഷവാല കെ മൂസെ, ഞാൻ ഇന്ന് വിളിച്ച റിക്ഷക്കാരൻ്റെ വായിൽ നിന്ന് യേ ഖബർ സുൻതഹി, ഈ ഖബർ എന്ന് പറഞ്ഞ വാർത്ത, ഖബർ എന്ന് പറഞ്ഞത് വാർത്ത, സുൻതഹി കേട്ടപ്പോൾ തന്നെ മേ വ്യാകുൽ ഹോകയ, ഞാൻ വല്ലാതെ അസ്വസ്ഥനായി. അസ്ലം കെ പ്രതി, അസ്ലമിനോട് മുച്ചസെ, എൻ്റെ ഭാഗത്തുനിന്ന് ഹംദർദീക്ക, ദയയില്ലാത്തതിൻ്റെ, ഹംദർദീക്ക കാരുണ്യത്തിൻ്റെ അഭാവ് ഹുക, എന്തായി, കാരുണ്യമില്ലായ്മയുടെ, കാരുണ്യം അഭാവം ഉണ്ടായി. മേരാ ദിൽ പശ്ചാത്താപസെ, എൻ്റെ മനസ്സ് പശ്ചാത്താപം കൊണ്ട് ഉൽപ്പാദിപ്പിക്കപ്പെട്ട അനുതാപസെ ബരാഹെ, അനുതാപം കുറ്റബോധത്തിൽ നിറഞ്ഞെടുക്കുകയാണ്. നടരാജ് ടാക്കീസ് കെ പാസ് കി ചട്ടായി പാർ കർത്തെ സമയ, നടരാജ് ടാക്കീസിൻ്റെ അടുത്തുള്ള കയറി പോകുമ്പോൾ അസ്ലം കി കരാവ് ദേക്കർ, അസ്ലമിൻ്റെ കരച്ചിൽ കണ്ടപ്പോൾ റിക്ഷാസെ ഉദർനേക്കെ ബാരേമേ സോച്ചാത, ആ വണ്ടിയിൽ ആ സമയത്തൊന്ന് ഇറങ്ങി കൊടുക്കണമെന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. ലേക്കിൻ എന്നാൽ തബ് മന്മയായ, അപ്പം തന്നെ എൻ്റെ മനസ്സിലേക്ക് ചിന്ത വന്നു, എന്നാൽ യേ ഉസ്കാ നാടകേ, അത് അദ്ദേഹത്തിൻ്റെ നാടകമാണെന്ന്.
മേ നഹി ജാൻതാ താ, എനിക്കറിയില്ലായിരുന്നു കി അസ്ലം കെ ഗുർദോമേം ഖറാബി തി, അദ്ദേഹത്തിൻ്റെ കിഡ്നി രണ്ടും കംപ്ലൈൻ്റ് ആണെന്ന് എനിക്കറിയില്ലായിരുന്നു. യദി മേൻ ജരാ സഹാനുഭൂതി ദിക്കാത്തോ, ആ സമയത്ത് ഒരു പക്ഷേ ഞാൻ അല്പം സഹാനുഭൂതി കാണിച്ചിരുന്നെങ്കിൽ ആജ് വ ഹമാരെ സാത്ത് ഹോത്ത, ഒരു പക്ഷേ അദ്ദേഹം മരിക്കാതെ ഇന്ന് നമ്മുടെ കൂടെ ജീവിച്ചിരിപ്പുണ്ടാവുമായിരുന്നു. ഉസ്കെ പ്രതി മേരി ശ്രദ്ധാഞ്ജലി, അദ്ദേഹത്തിനോട് എൻ്റെ ശ്രദ്ധാഞ്ജലി. ഹേ ഭഗവാൻ മേരി അപരാധ പർ മാഫി ദേ, ദൈവമേ ഞാൻ ചെയ്ത തെറ്റിൽ എനിക്ക് മാപ്പ് തരണമേ എന്ന്. ഇതാണ് ആ ഡയറി. ഓക്കെ മക്കളെ, ഇനി നമുക്ക് വരാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം എന്താണ്? ഇതിൽ നിന്ന് 5ാമത്തെ ചോദ്യം വരുന്നു മക്കളെ. അസ്ലം കി മൃത്യു കെ ബാദ്, അസ്ലമിൻ്റെ മരണശേഷം അപ്പനെ മൻ കാ ഹാലത്ത് ബദാത്തെ ഹുയെ, അദ്ദേഹം തൻ്റെ മനസ്സിലെ സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ട് യാത്രി ഉസ്കെ മിത്ര കെ നാം पर एक പത്ര ലിഖ, അദ്ദേഹം തൻ്റെ കൂട്ടുകാരനെ കത്തെഴുതി. വ പത്ര കൈസെ ഹോഗ കൽപ്പന കർക്കി ലിഖി, ആ കത്ത് എങ്ങനെ ഉണ്ടാവാം? ഭാവന എഴുതാൻ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ആദ്യം വണ്ടിയിൽ കയറുന്ന സമയത്ത് അദ്ദേഹം പുതിയ വണ്ടിക്കാരനോട് സംസാരിക്കുന്നു. ഓഫീസിലെത്തിയപ്പോൾ ഓഫീസിലെ അസ്വസ്ഥത കണ്ടപ്പോൾ ഓഫീസിലെ ആളോട് സംസാരിക്കുന്നു. വീട്ടിലെത്തുമ്പോൾ വീട്ടുകാരനോടുള്ള അസ്വസ്ഥത കണ്ട് അദ്ദേഹം വീട്ടുകാരി വൈഫിനോട് സംസാരിക്കുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് ഡയറി എഴുതുന്നു. അതും കഴിഞ്ഞിട്ട് അദ്ദേഹം തൻ്റെ സങ്കടം മുഴുവൻ ഒരു കൂട്ടുകാരന്, സുഹൃത്തിന് കത്ത് എഴുതുന്നു. അങ്ങനെ ചോദിച്ചാൽ ഇതിലൊന്നും വരാത്തിരിക്കും. ഇത്രയും നിങ്ങളൊന്ന് കേട്ട് പഠിച്ചൊന്ന് വായിച്ച് പഠിച്ചാൽ നിങ്ങൾക്കൊന്ന് കടന്നുപോയി കഴിഞ്ഞാൽ ഒരു ടെൻഷനും വേണ്ട, സുന്ദരമായി നിങ്ങൾക്ക് ധാരധാരയായി ഇങ്ങനെ എഴുതി പോകാൻ പറ്റും. അങ്ങനെ ചോദിച്ചാൽ കത്തിൻ്റെ മോഡൽ ഇതാണ്. കത്തിന് 3 പാരഗ്രാഫ് ഉണ്ടായിരിക്കണം, ഡേറ്റ് ഉണ്ടായിരിക്കണം, ഓക്കെ. അതുപോലെ തന്നെ എല്ലാ ഫോർമാറ്റും കീപ്പ് ചെയ്തിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ ചെറുതായിട്ട് നിങ്ങൾ വെച്ച് നിങ്ങൾ കാണുന്നുണ്ടാവില്ല, ഞാൻ വലുതാക്കി പറഞ്ഞുതരാം. നോക്ക്, കത്തിൻ്റെ പകുതി ഭാഗം സ്ഥാൻ താരിക്ക് നമ്മൾ വലത്ത് വശത്ത് എഴുതി പ്രിയമിത്ര എന്ന് എഴുതി. തും കൈസെ ഹെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ടീക്ക് ഹേന, സുഖം തന്നെയല്ലേ? മേ യഹാം പർ ടീക്ക് ഹൂം, ഞാനിവിടെ വളരെ സന്തോഷത്തോടെ നിൽക്കുന്നു. ലേക്കിൻ 2 ദിൻ സേ മേ ബഹുത് ദുഃഖി ഹൂം, പക്ഷേ 2 ദിവസമായി ഞാൻ വല്ലാത്ത വിഷമത്തിലാണ്. യേ ബാത്ത് തുംസെ, ഈ കാര്യം നിന്നോട് ബാഗ് ലേനെ കെ ലിയെ, ഷെയർ ചെയ്യാൻ വേണ്ടി മേ യേ പത്ര ലിഖ് രഹാ ഹൂം, ഞാൻ ഈ കത്ത് എഴുതുന്നത്. ഇൻട്രൊഡക്ഷനായി. മേരെ പരിചയ കാ ഏക് റിക്ഷാവാലാ താ, എൻ്റെ പരിചയത്തിൽ ഒരു റിക്ഷക്കാരുണ്ടായിരുന്നു. ഉസ്കാ നാം അസ്ലം ഹേ, അദ്ദേഹത്തിൻ്റെ പേര് അസ്ലം എന്നാണ്. വ മുझे रोज ദഫ്തർ ലേ ജാത്താ താ, അദ്ദേഹമാണ് എന്നെ ദിവസവും ഓഫീസിലേക്ക് കൊണ്ടുപോയിരുന്നത്. 2 दिन के पहले उसकी मृत्यु हो गई, 2 ദിവസം മുമ്പ് അദ്ദേഹം മരണപ്പെട്ടു. ഉസ്കി മൃത്യുമേ മേരാ ബി ദായിത്വ ഹേ, അദ്ദേഹത്തിന് മരണം സംഭവിച്ചിൽ എനിക്കും പങ്കുണ്ട്. ഉസ്കെ ദോനോ ഗുർദമേം ഖറാബി ദി, അദ്ദേഹത്തിൻ്റെ 2 കിഡ്നിയും തകരാറായിരുന്നു. ലേക്കിൻ ഉസ്കെ പ്രതി മേരി ഓർ സേ, പക്ഷേ അദ്ദേഹത്തോട് എൻ്റെ ഭാഗത്തു നിന്ന്, മേരി ഓർ സെ, എൻ്റെ ഭാഗത്തു നിന്ന് ബഡി ഉപേക്ഷ ഹോകയും, വല്ലാത്ത ഉപേക്ഷ, ശ്രദ്ധയ്ക്കായ്മ, കരുതലില്ലായ്മ സംഭവിച്ചു പോയി. ഉസ്കി മൃത്യു കെ ലിയെ, അദ്ദേഹത്തിൻ്റെ മരണത്തിന് യേ ബി ഏക്ക് കാരൺ ബന, എൻ്റെ അശ്രദ്ധ അദ്ദേഹത്തിൻ്റെ മരണത്തിന് കാരണമായി. അബ് പശ്ചാത്താപ് ഓർ അനുതാപ് സെ, ഇപ്പം പശ്ചാത്താപത്താലും അനുതാപത്താലും മേരാ മൻ, ഇവിടെ മേന്നുണ്ടേ, ഓക്കെ, യെസ്, മേരാ മൻ വിവശ് ഓ രഹാ ഹേ, എന്താണ്? എൻ്റെ മനസ്സ് അസ്വസ്ഥമായിക്കൊണ്ടിരിക്കുന്നു. മേരാ മൻ, ഇവിടെ മത്ത് എന്നാണ് ഉള്ളത്, മേരാ മൻ അല്ലേ? മേരാ മൻ, ഓക്കെ മക്കളെ. മേരാ മൻ വിവശ് ഓ രഹാ ഹേ, എൻ്റെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമാകുന്നു, തളരുന്നു. എൻ്റെ മേരാ മൻ വിവശ് ഓ രഹാ ഹേ, എൻ്റെ മനസ്സ് വല്ലാതെ തളരുന്നു. ഉസ്കെ പ്രതി മേം അപ്പനി ശ്രദ്ധാഞ്ജലി അർപ്പിത കർത്തം, അദ്ദേഹത്തിന് ഞാൻ എൻ്റെ ശ്രദ്ധാഞ്ജലി അർപ്പിക്കപ്പെടുന്നു, എൻ്റെ കണ്ണീർ പൂക്കൾ അർപ്പിക്കപ്പെടുന്നു. ഫിർ ബി മേം വിവശവും, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും, ഞാൻ ഒരുപാട് ദൈവത്തോട് ക്ഷമ ചോദിച്ചിട്ടും കുറ്റബോധമൊക്കെ നടത്തിയിട്ടും ഞാൻ അസ്വസ്ഥനാണ്. തും മേരയിലെ ശാന്തിക്കാര ആസ്ഥാപതാവോ, നീ എനിക്ക് വേണ്ടി സമാധാനത്തിനൊരു വഴി പറഞ്ഞതാ. തുമാര ജവാബ് കാ ഇന്തസാർ കർത്തവ്യ, നിൻ്റെ ആൻസറും പ്രതീക്ഷിച്ചുകൊണ്ട്. തുമാര വിശ്വസ്ത്, നിൻ്റെ വിശ്വസ്തൻ. നാം, ആടെ ബാബുജിയുടെ പേരാ വരേണ്ടത്, നാം, ബാബുജിയെ നമ്മൾ വിളിക്കുന്ന പേരാണ്, അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ പേര് വേണ്ടതാണ്. ഹസ്താക്ഷർ, ഓക്കെ, സിഗ്നേച്ചർ. എന്നിട്ട് ഈ കത്തിനെ നമ്മളൊരു കവറിലിടണമല്ലോ, ആ കവറാണിത്. എന്ത്? സേവാമേം നാം പദ, മിത്രനെ എഴുതുന്നതാണ്, മിത്രൻ്റെ നാം പദ എന്ന് എഴുതിച്ചാൽ മതി. ഇങ്ങനെ എഴുതി വെച്ചാൽ ആ 6 മാർക്ക് നിങ്ങൾ കിട്ടും. ഓക്കെ, ചിലപ്പോൾ കത്ത് 8 മാർക്കിനും ചോദിക്കാറുണ്ട്, ചില വർഷങ്ങളിൽ അങ്ങനെ വരാറുണ്ട്. ക്വസ്റ്റ്യൻ പാറ്റേൺ നമ്മൾ നോക്കണം. ഇനി വളരെ പ്രധാനപ്പെട്ട 8 മാർക്കിൻ്റെ മറ്റൊരു ചോദ്യമാണ്. മാലിലെ മനസ്സിലാക്കൂ, കുച്ച് സാലോം കെ ബാദ്, കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അനുതാപ് കാ യാത്രി അപ്പനി ആത്മകഥ ലിഖ്തായേ, ഈ മനുഷ്യൻ തൻ്റെ ആത്മകഥ ചെയ്തു. നിങ്ങൾ നോക്ക്, ഈ കഥ എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള ഏതെങ്കിലും ഒരു കോൺവെർസേഷൻ്റെ അത്ര മാത്രമേ ശരിക്കും കഥ തന്നെ ഉള്ളൂ. പക്ഷേ ആ കഥയുമായി ബന്ധപ്പെട്ട് നിരവധിയായ സന്ദർഭങ്ങളാണ് വരുന്നത്. അതാണ് കഥയുടെ പ്രത്യേകത. സൂചനാओं के आधार पर उसकी आत्मकथा का एक अंश तैयार कीजिए, താഴെ തന്നിരിക്കുന്ന സൂചനകളെ ആസ്പദമാക്കി നിങ്ങൾ ഒരു ആത്മകഥാംശം എഴുതാൻ. ഓക്കെ, സൂചനകളൊക്കെ തരാൻ സാധ്യതയുള്ള സൂചനകളൊക്കെ വെച്ചുകൊണ്ടാണ് സാർ ആൻസർ ചെയ്തിരിക്കുന്നത്. നോക്കൂ, ഇത് 8 മാർക്കാണ് വരിക.
8 മാർക്കാണ്. 8 മാർക്കിൻ്റെ ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ തന്നെ ഓപ്ഷൻസ് ഉണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് മാരത്തോൺ ലൈവിലൂടെ ക്വസ്റ്റ്യൻസ് ഒക്കെ പരിചയപ്പെടുത്തരാം. പിന്നെ നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ നമ്മൾ സെറ്റാക്കി വെക്കാൻ പോകുന്നുണ്ട്. അതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻ പാറ്റേണുകൾ കൃത്യമായിട്ട് ഓരോ ക്വസ്റ്റ്യൻസ് എങ്ങനെ വരുന്നത്, എത്ര മാർക്കാണ്, എങ്ങനെ വേണം, ഇതൊക്കെ എല്ലാ ഡീറ്റെയിൽ എല്ലാം ആയി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഓരോ പാഠത്തിൻ്റെ നോട്ട്സ് പറയുമ്പോൾ ഞാൻ പ്രത്യേകമായിട്ട് വരെ പറയുകയും ചെയ്യാം വീഡിയോയിലൂടെ. കേട്ടോളൂ മക്കളോ. ബാക്കി നമുക്ക് ലൈവ് ക്ലാസ്സുകളിലൊക്കെ കാണാം. നോക്കൂ, അദ്ദേഹത്തിൻ്റെ ആത്മകഥ എഴുതുന്നത് ഇങ്ങനെയാണ്. അസലം കാ ചെഹര മനസ്സേ ഹട്ടാ നഹി, അസലമിൻ്റെ മുഖം മനസ്സിൽ നിന്ന് പോകുന്നില്ല. മേ ബി ഉസ്കി മൃത്യു കെ ലിയെ ജിമ്മേദാർ ഹും, ഞാനും അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ഉത്തരവാദിയാണ്. യഹി ചിന്ത സദാ മേര മൻ കോ സതാ രഹാ ഹെ, ഈ ചിന്ത എൻ്റെ മനസ്സിനെ എപ്പോഴും സതാ രഹാ ഹെ, ഇങ്ങനെ താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉസ്കാ ബീമാരി മേ ജാൻതാ നഹീദ, അദ്ദേഹത്തിൻ്റെ രോഗം എനിക്കറിയില്ലായിരുന്നു. മേരെ വ്യവഹാർ മേ ഹംദർദി ബിൽക്കുൽ നഹീദ, എൻ്റെ പെരുമാറ്റത്തിൽ കാരുണ്യം ബിൽക്കുൽ ഒട്ടും തന്നെ നഹീദ ഇല്ലായിരുന്നു. സാലോം ബാദ്ബി, എത്ര വർഷങ്ങളായി, സാലോം ബാദ്ബി, വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും അസ്ലം കി യാദ്, അസ്ലമിനെ കുറിച്ചുള്ള ഓർമ്മ മൻമേ പശ്ചാത്താപ സേ ഭർ രഹാ ഹൈ, പശ്ചാത്താപം കൊണ്ട് നിറയ്ക്കുകയാണ്. വഹി മുച്ചേ ദഫ്തർ ലേ ജായ കർത്തത, അദ്ദേഹമായിരുന്നു എന്നെ ഓഫീസിൽ കൊണ്ടുപോകുന്നത്. ഉസ് ദിൻ ചടായി പർ പൗഞ്ചത്തെ സമയം, ആ ദിവസം ഞാൻ റോഡിൻ്റെ കയറ്റത്തിലെത്തുമ്പോൾ വ റിക്ഷോസെ ഉദർക്കർ, ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അദ്ദേഹം ഡ്രൈവർ കയറ്റത്തിലെത്തിയപ്പോൾ ഞാനിങ്ങനെ ഗമയോടുകൂടി ഇരിക്കുകയാണ്. ആ അസ്ലമായ ഡ്രൈവർ കയറ്റത്തിലെത്തിയപ്പോൾ റിക്ഷയിൽ നിന്ന് ഇറങ്ങിയിട്ട് ദായേം ആത്ത് സേ പേട്ട് പർ രക്കെ, ഇടത് കൈ വയറിൽ പിടിച്ചുകൊണ്ട്, ദായിനെ ഹാത്ത് സേ, വലത്തെ കൈ കൊണ്ട്, റിക്ഷ ആകെ കീ ഓർ എന്നാണ്, കീ ഔർ ആയി പോയിട്ടുണ്ട്. കീ ഓർ ഒരു വരേ പാടുള്ളൂ കേട്ടോ, അതാണ് കീ ഓർ. ശ്രദ്ധിച്ചേ, അങ്ങനെ കീ ഓർ ഓക്കെ, ശ്രദ്ധിച്ചോ മക്കളെ. റിക്ഷ ആകെ കി ഓർ ഖീഞ്ച് ലേ രഹാദ, അങ്ങനെ അദ്ദേഹം ഇടത് കൈ വയറിൽ പിടിച്ചിട്ട് വലത് കൈ കൊണ്ട് വണ്ടി ഉന്തി കയറ്റി നടന്നു പോവുകയാണ്. ഞാനാണ് വണ്ടിയിൽ എളിഞ്ഞിരിക്കുകയായിരുന്നു. പിന്നെയോ ബീച്ച് മേ വ കരാഹ് ബി കർ രഹദ, ഇടയ്ക്ക് അദ്ദേഹം തേങ്ങുന്നുണ്ടായിരുന്നു, കരയുന്നുണ്ടായിരുന്നു. കരാഹിന എന്ന് പറഞ്ഞാൽ കരയാന്നർത്ഥമുണ്ട് കേട്ടോ. ഉൻകാ പരേശാൻ ദേക്കർ, അദ്ദേഹത്തിൻ്റെ പരവശത കണ്ടിട്ട്, അസ്വസ്ഥത കണ്ടിട്ട്, ഏക് ക്ഷൺ റിക്ഷസെ ഉതർന്നേക്കാ മനായ, ഒരു നിമിഷം വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കുന്ന ചിന്തയൊക്കെ വന്നിരുന്നു. ലേക്കിൻ എന്നാൽ മേ സോച്ച, ഞാൻ ചിന്തിച്ചു, യേ ഉസ്കാ നാടക, ഇത് അദ്ദേഹത്തിൻ്റെ നാടകമാണെന്ന്. രോജ് കാ മാമലാഹെ, ദിവസമുള്ള മാമല, പദ്ധതിയാണ്, പരിപാടിയാണ്, ഏർപ്പാടാണ്. ഏക് ബാർ ഉത്തർത്തേത്തോ, ഒരു തവണ ഇറങ്ങിക്കൊടുത്താൽ ഫിർ ഹമേശ ഐസ കർണേ പടേക, സ്ഥിരമായി ഞാനിതിൽ പോകുമ്പോൾ എന്നും ഞാൻ കാശും കൊടുത്ത് ഇവിടുത്തെ ഞാൻ ഇറങ്ങിക്കൊടുക്കേണ്ടി വരും, അത് ശരിയാവില്ല. നയ റിക്ഷ വാലേക്ക് ബാത്ത് സുൻകർ, പക്ഷേ പുതിയ റിക്ഷക്കാരൻ്റെ സംഭാഷണം കേട്ടപ്പോൾ മുച്ചേ ലഗ, എനിക്ക് തോന്നി, മേ ബി ഉസ്കി മൃത്യു കാ ജിമ്മേദാർക്കും, ഞാനും ആ പാവത്തിൻ്റെ മരണത്തിന് ഉത്തരവാദിയാണെന്ന്. ചടായി പർ പൗഞ്ചത്തെ സമയം, ആ കയറ്റത്തിൽ എത്തിച്ചേർന്നപ്പോൾ റിക്ഷസെ ഉദർന്ന ചാകിത, വണ്ടിയിൽ നിന്ന് തീർച്ചയായിട്ടും ഇറങ്ങണമായിരുന്നു. ലേക്കിൻ മേരെ തരവസെ, എൻ്റെ ഭാഗത്തുനിന്ന് ക്രൂരതാക്ക വ്യവഹാരം ഹുയ, വളരെ ക്രൂരമായിട്ടാണ് പെരുമാറ്റം ഉണ്ടായത്. പസീനേസെ ഭരേ, വിയർപ്പ് കൊണ്ട് നിറഞ്ഞ അസ്ലം കെ ചേഹരെ, അസ്ലമിൻ്റെ മുഖത്തിൻ്റെ യാദ് ഓർമ്മ ആത്തഹി വരുമ്പോൾ തന്നെ മേനെ നയ റിക്ഷവാലേസെ, ഞാൻ ആ പുതിയ റിക്ഷക്കാരനോട് സംഭാഷണത്തിൻ്റെ ഇടയിൽ കയറ്റം കയറി പോകുന്ന സമയത്ത് മരണവാർത്ത കേട്ടപ്പോൾ തന്നെ അസ്ലമിൻ്റെ വിയർത്തൊലിക്കുന്ന മുഖം എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു. ആ സമയത്ത് തന്നെ റിക്ഷവാലേസെ രോക്കിനെയൊക്കെ കഹ, ഞാൻ എൻ്റെ പുതിയ റിക്ഷക്കാരനോട് വണ്ടി നിർത്താൻ പറഞ്ഞു. ജയ്സേ മേം, അങ്ങനെ ഞാൻ റിക്ഷസെ ഉദർക്കർ, അപ്പോൾ ആ വണ്ടിയിൽ നിന്നിറങ്ങിയിട്ട് ചലനേലക, നടക്കാൻ തുടങ്ങി. ഏക്ക് അപരാധിക്ക് തരവ്, ഒരു തെറ്റുകാരനെ പോലെ. ഇതാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥ. മക്കളെ, ഈ പാഠവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവസാനത്തെ ക്വസ്റ്റ്യൻസാണ്, വളരെ പ്രധാനപ്പെട്ട. ബാബു സാർ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസ് പറഞ്ഞു. നിങ്ങളൊരു ടെൻഷൻ വേണ്ട. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഒരു വാക്കിൽ ക്വസ്റ്റ്യൻ ആൻസറിലുള്ളത് വാക്കുകൾ തന്നെയാണ് എല്ലാ ക്വസ്റ്റ്യനിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാം ഒരു തവണ ഒന്ന് കേൾക്കുകയോ ഒരു തവണ എഴുതിയെടുക്കുകയോ ചെയ്താൽ നിങ്ങൾ സെറ്റായി മക്കളെ. ലളിതമായ വാക്കുകൾ കൊണ്ടാണ് ഈ കാര്യങ്ങൾ സാരം ഉണ്ടാക്കിയത്. സങ്കീർണമായ വാക്കുകളൊന്നുമില്ല. ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒരുപാട് പേപ്പറിൽ എങ്ങനെ ധാരാളിയായ രീതിയിൽ പോകാൻ കഴിയുന്ന വാക്കുകൾ വെച്ചാണ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്.
ഓക്കെ, യെസ്. നോക്ക്, അടുത്ത ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. പല തവണ ആവർത്തിച്ച ചോദ്യങ്ങളാണ് ഇതൊക്കെ. ചോദിച്ച ചോദ്യങ്ങളാണ്, പല ഘട്ടങ്ങളായി ചോദിച്ച ചോദ്യങ്ങളാണ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന് വിട്ടുപോകാതിന് വരാൻ ചാൻസ് ഉള്ള എല്ലാം വെച്ചിട്ടാണ് ഞാൻ വെച്ചത്. അപ്പോൾ നിങ്ങൾ ടെൻഷൻ വേണ്ടത്, പഠിച്ചാൽ സെറ്റാണ് എല്ലാം. നോക്കിയോ, അനുതാപ് ശീർഷയ്ക്ക് സാർത്ഥകത पर. അനുതാപ് എന്ന ഹെഡിങ്ങിൻ്റെ സാർത്ഥകത पर അർത്ഥവത്തായതയിലേക്ക് അപ്പന വിചാരപ്പെടുകരെ നിങ്ങളെ ചിന്ത ഒന്ന് പ്രകടിപ്പിക്കൂ. അതായത് ഈ കഥയ്ക്ക് ഈ ഒരു പേരല്ലാതെ വേറൊരു പേരും പറ്റുമെന്ന് തോന്നുന്നില്ല. ആ പേരിൽ തന്നെ, കുറ്റബോധം എന്ന ആ പേരിൽ തന്നെ സിനിമ ആ കഥയുടെ തുടക്കം മുതൽ അവസാനം വരെയുള്ള സമ്മറി ചുരുക്കി കൊണ്ടുവന്നാൽ ഒരൊറ്റ വാക്കാക്കി മാറ്റിയാൽ ആ വാക്കാണ് അനുതാപ് എന്നുള്ളത്. ഇതല്ലാതെ വേറൊരു വാക്ക് പറ്റാനില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ വിചാരം പ്രകടിപ്പിക്കാൻ 4 മാർക്കാണ് ചോദ്യം. അങ്ങനെ ചോദിച്ചാൽ ഉത്തരം ശ്രീ സുഖേഷ് സാഹിനിനെ ലിഖേ ഹുയേ ഏക് സുന്ദർ കഹാനിക്ക് അനുതാപ്. സുഖേഷ് സാഹിനി എഴുതിയ ഏറ്റവും ബ്യൂട്ടിഫുള്ളായ കൊച്ചു കഥയാണ് എന്ത്? അനുതാപ്. ഈ ലഘുകഥ ആജ് കെ ജമാനേമേയും, ഇന്നത്തെ കാലഘട്ടത്തിൽ സമാജ് സെ നഷ്ട ഹോനെ വാല, സമൂഹത്തിൽ നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന മാനവിക മൂല്യത്തെ പറ്റിയോ അല്ലെങ്കിൽ മാനവതാ പർ, മനുഷ്യത്വത്തിലേക്കോ പ്രകാശ് ഡാൽത്തെ, പ്രകാശം ചൊരിയുന്നവയാണ്. ഓക്കെ, മറ്റൊരുത്തരുടെ വേദന നമ്മുടെ വേദനയായി മാറണം. അങ്ങനെയുള്ള കേരളം പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഒന്നും നമ്മൾ ഒറ്റക്കെട്ടാണ്. ഇപ്പോൾ നമ്മൾ ചൂരൽമലയിൽ ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് എല്ലാവരും നമ്മൾ വസ്തുക്കൾ കൊണ്ടും കാശുകൊണ്ടും മനസ്സുകൊണ്ടും രക്ഷാപ്രവർത്തനം കൊണ്ടും നമ്മൾ ഒന്നായി നിൽക്കുന്ന സമയമാണ്. എപ്പോഴും നമ്മളെ മലയാളി അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ആ കാര്യങ്ങളൊക്കെ സമൂഹത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ അതിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കുന്ന നാടാണ് നമ്മുടെ നാട്. ഓക്കെ, അപ്പോൾ നോക്ക്, പ്രകാശ് ഡാൽത്തെ ഹേ. ഇസ്ലി ഇതുകൊണ്ട് ഇസ്കാ ശീർഷക്, ഇതിൻ്റെ തലക്കെട്ട് അനുതാപ്, കുറ്റബോധം എന്നുള്ളത് ബിൽക്കുൽ സാർത്ഥകേ, പൂർണ്ണമായി അർത്ഥവത്തായതാണ്. ഈ പാഠക്ക കേന്ദ്രഭാവ്, ഈ പാഠത്തിൻ്റെ കേന്ദ്രഭാവമായ യാത്രക്കാരൻ്റെ അനുതാപ് ഹിഹേ, അനുതാപമാണ്. അതായത് ഈ കഥയുടെ പ്രധാന മർമ്മം എന്ന് പറയുന്നത് അസ്ലമിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് യാത്രക്കാരൻ്റെ മാനസികാവസ്ഥയാണ്. ആ യാത്രയുടെ മാനസികാവസ്ഥയാണ് ഇതിൻ്റെ കേന്ദ്രബിന്ദു. പിന്നെയോ പഠിക്കർ പാഠം വായിച്ചിട്ട് ചരം സീമാ തക്ക്, അതിൻ്റെ വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ എൻഡ് വരെ, ചരം സീമ അതിരി, ചരം ടോപ്പിൽ അങ്ങേറ്റം വരെ പൗഞ്ചിനെ കയ്യിൽ എത്തിച്ചേരാൻ ശീർഷക് അമ്മയും പ്രേരിതർത്തായി. അതായത് കുറ്റബോധം എന്ന് പറഞ്ഞ് ഹെഡിങ് ഉള്ളപ്പോൾ തന്നെ, ആ കണ്ടപ്പോൾ തന്നെ കുറ്റബോധം എന്നുള്ള വാക്കിൻ്റെ ഹെഡിങ് കാണുമ്പോൾ തന്നെ ആ കഥ തുടക്കം മുതൽ എവിടെയും വിട്ടുപോകാതെ അവസാനം വരെ വായിക്കാൻ വായനക്കാരനെ വല്ലാതെ പ്രേരിപ്പിക്കുന്ന വാക്കാണിത്. ഓക്കെ, പാടുക എന്നാൽ മാത്രമല്ല, ഈ പാഠത്തിൻ്റെ സംക്ഷിപ്ത് ചുരുക്ക കഥ ഹം ശീർഷക് സേ സമസ്തത്തെ ഒറ്റ വാക്കായ ഹെഡിങ്ങിൽ നമുക്ക് മനസ്സിലാവും. ഇക്കാരണത്താൽ അനുതാപ് ശീർഷക്, അനുതാപ് എന്ന് പറഞ്ഞ ഹെഡിങ് ബിൽക്കുൽ പൂർണ്ണമായി സാർത്ഥകയെ അർത്ഥവത്തായതാണ് എന്നാണ്. ഇത്രയുമാണ് മക്കളെ നമുക്ക് പഠിക്കാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം നോട്ട്സൊക്കെ നിങ്ങൾ എഴുതിയെടുത്തൊന്ന് പഠിച്ചതിന് ശേഷം ഒന്ന് എഴുതിയെടുക്കുന്നതോടുകൂടി തന്നെ നിങ്ങൾ സെറ്റായി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ വേണോ, എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായോ, എല്ലാം സെറ്റായി എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഓരോ അഭിപ്രായവും സാറ് വായിച്ചു നോക്കിക്കൊണ്ടായിരിക്കും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. എല്ലാവർക്കും ബായ്.